മൊണാലിസ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇന്നലെ കേരളത്തിൽ വന്നു. ഞാൻ ആലോചിച്ച് പോയത് അവൾക്ക് ഏകദേശം ഒരു 15,00,000 റുപ്യ കൊടുത്തുന്നാ. നോക്കൂ, ഒരു കുടുംബം അതിലൂടെ രക്ഷപ്പെടുകയാണ്. യഥാർത്ഥത്തില് അവളെ സിനിമയിലേക്കും മറ്റുമൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള പഠനത്തിലാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മള് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ കണ്ണോടിക്കുമ്പോ, അയാളിത് ശരിക്കൊരു റിവെഞ്ചായിട്ടാ കൂട്ടിയത്. ഈ മൊണാലിസയെ കൊണ്ടുവന്ന് അയാള് ഈ കേരളത്തിലെ എന്നല്ല പല നടിമാരെയും നടന്മാരെയും ഒക്കെ ഉദ്ഘാടനത്തിനും മറ്റുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മൊണാലിസയെ കേരളത്തിലേക്ക് ഈ സമയത്ത് കൊണ്ടുവരുന്നതിലൂടെ ഒരു റിവെഞ്ച് പോലെയാണ് ശരിക്കും അതിനെ നോക്കിക്കാണുന്നത്. കാരണം അയാൾ ജയിലിൽ പോകാനുണ്ടായ ഒരു കാരണം, അതായത് അയാൾ വിളിച്ച ഒരു പ്രോഗ്രാമിൽ ഒരു നടി വരുന്നു. ആ നടിയെ എന്താ പറയുക, നടിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരു വാക്ക് പ്രയോഗമൊക്കെ നടത്തി. അങ്ങനെ നടി അയാൾക്കെതിരെ കേസ് കൊടുത്തു. ആ കേസ് ഭയങ്കര സ്ട്രോങ് ആയി. ഈ ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കിടന്നു. അങ്ങനെ അയാൾ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് പറ്റിയ ഒരു ഇമേജിന് വന്ന ഒരു കോട്ടമുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാളുടെ ഇമേജിനൊരു കോട്ടം സംഭവിച്ചു. സ്വാഭാവികമായിട്ടും പല ആളുകളും പിന്നീട് എന്താ പറയുക, പറ്റ അടിയിൽ പോകുന്നൊരു കാഴ്ചയെ കാണുക. നേരെ മറിച്ച് അയാൾ എന്ത് ചെയ്തു, അയാൾ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞ്, തടവുകാർക്ക് വേണ്ടി പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞതും അതും ശരിക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞൊരു പ്രയാസത്തിലാക്കി. അവിടെ നിന്നൊക്കെ ഈ പറയുന്ന ബോച്ചെ വന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു, ഈ മൊണാലിസ എന്ന് പറയുന്ന സാധാരണ നാട്ടിൻ പുറത്തുകാരിയായ കുംഭമേളയിൽ വൈറലായ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ഷോറൂമിൻ്റെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വന്നതോടുകൂടി ഇത് മലയാള സിനിമയിലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ എന്തായാലും ഇപ്പോൾ അദ്ദേഹം ആരോ ആയിക്കോട്ടെ, അദ്ദേഹം മലയാള സിനിമയിലെ നടിമാരെ, അത്തരത്തിലുള്ള ആക്ടേഴ്സിനെ പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ഉള്ള ഒരാൾക്ക് ഇങ്ങനൊരു ദുരനുഭവം ഒരു നടിയിൽ നിന്ന് വന്ന സാഹചര്യത്തിൽ ബോബി ചെമ്മണ്ണൂർ ഇതിലൂടെ പറയുന്നത്, എനിക്ക് താരരാജാക്കന്മാരെ അല്ലെങ്കിൽ താരറാണിമാരെ മാത്രമല്ല, പാവപ്പെട്ട ഇത്തരത്തിലുള്ള കുടുംബങ്ങളെ, അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടും എനിക്ക് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു കാര്യത്തെ അറിയിക്കുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിയൊക്കെ എന്താ പറയുക, രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഒരു ജീവിതം മാറി മറിയാണ്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. എവിടെയാണോ എങ്ങനെയാണോ അത്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവാനും നാശാവാനും ഇത് മതി എന്ന് പറഞ്ഞ പോലെ. ഏതായാലും അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. എന്താണ് ഇതിൻ്റെ മറ്റുള്ള ഉദ്ദേശങ്ങളൊന്നും അറിയില്ല. ബിസിനസ് തന്നെ ആയിരിക്കും. അയാൾ ബിസിനസ്സുകാരനാണ്. പല ആളുകളും പറയുന്നുണ്ട് അയാളുടെ ബിസിനസ് മൈൻഡ് ഭയങ്കരമാണ്, ഇത് അയാളുടെ ബിസിനസ്. ശരിയാണ്, അയാളുടെ ബിസിനസ് മൈൻഡാണത്. അങ്ങനെ തന്നെയാണ് ബിസിനസ് മൈൻഡ് ഉണ്ടാകുക. അങ്ങനെ തന്നെയാണ് അയാൾ കണ്ടന്റ് ഉണ്ടാക്കുന്നതും. അങ്ങനെ തന്നെയാണ് അത് സമൂഹത്തിന് മുമ്പിൽ അയാൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ആ കുട്ടിയെ കൊണ്ടുവന്നു ഉദ്ഘാടനം. അതിപ്പോൾ നോക്കൂ, ആ കുട്ടി വന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഹണി റോസിനോ അല്ലെങ്കിൽ മറ്റുള്ള നടിമാർക്കോ കിട്ടുന്നതിനേക്കാൾ സോഷ്യൽ മീഡിയയിൽ ഒന്നുകൂടി വളരെ വലിയ രീതിയിലുള്ള വൈറൽ വീഡിയോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളത് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമുക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യത്തിന് ഏറ്റവും ഒരു അടി കൂടിയാണ് മൊണാലിസയുടെ വരവ് എന്ന് പറയുന്നത്. അയാളുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അയാളെടുത്തൊരു റിവെഞ്ചും അയാളുടെ ഒരു ബിസിനസ് മൈൻഡും അയാളുടെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിൽ അയാൾ തളർന്നു പോകാതെ അതൊരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ അയാൾ വീണ്ടും വീണ്ടും രംഗപ്രവേശം ചെയ്തുകൊണ്ട് തന്നെ വന്ന് കേരളത്തിൻ്റെ മനസ്സ് കീഴടക്കാനും അയാളുടെ ബിസിനസ്സിൻ്റെ ഒരു വലിയ പരസ്യം സൃഷ്ടിക്കാനുമൊക്കെ അയാൾക്ക് കഴിയുന്നത് അയാൾ അങ്ങനെ ഒരു കച്ചവടക്കാരനായതുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്. ഏതായാലും മൊണാലിസയുടെ കുടുംബം, ആ പാവപ്പെട്ട കുടുംബം, അവർ വിജയിച്ചു. അങ്ങനെ ഓരോരുത്തരും നന്നായി കാണുമ്പോഴാണല്ലോ നമുക്കൊക്കെ സന്തോഷം ഉണ്ടാകേണ്ടത്. അപ്പോൾ ആ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുന്നു. പാവപ്പെട്ട അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഉന്നതിയിലെത്തിക്കാൻ ഈ ബോച്ചെ പോലെയുള്ള ആളുകൾക്കൊക്കെ കഴിയട്ടെ എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. അദ്ദേഹത്തിന് പല ന്യൂനതകളും ഉണ്ടാവും. നേരെ മറിച്ച് അയാൾ എടുക്കുന്ന ചില തീരുമാനങ്ങളോടൊക്കെ നമുക്കൊക്കെ ഒരു മാനസികമായ അടുപ്പം തോന്നാറുണ്ട്. അതിന് പലരും പല പേരിട്ട് വിളിച്ചാലും, ബിസിനസ് മൈൻഡ് ആണ് അയാൾ, വൺ മാൻ ഷോ ആണ് എന്നൊക്കെ വിളിച്ചാലും ആ പദ്ധതികൾ അവിടെ നടപ്പിലാകുന്നുണ്ട്. അപ്പോൾ പിന്നെ അയാളൊരു വൺ മാൻ ഷോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡ് ഇതൊക്കെ വന്നാലും ആളുകൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അതിനെ കൂടി പോസിറ്റീവായി കാണലാണ് ഉത്തമം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.